ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആൾറെഡി തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കമ്മ്യൂണിറ്റി പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. ഇല്ലെങ്കിൽ വിത്തിൻ ഒരു ബോണസ് കൊണ്ട് മാത്രം നമ്മുടെ ചാനലിലിട്ട്, പക്ഷേ ഇടുന്ന സമയം ഇത് ലോഞ്ച് ആയ സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഒരു ഈസി ആയിട്ട് തന്നെ $1 ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ചെയ്തൊരു കാര്യത്തിന് ഇവരുടെ ആൾറെഡി പിന്നെ ഇവരൊരു സ്പിന്ന് വഴി നമുക്ക് ഇവൻ്റെ ഒരു NFT വാങ്ങാൻ പറ്റി. അങ്ങനെ ഡെയിലി $200 എബോ ആയിട്ട് ഇപ്പോൾ കിടക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം പറയാനാണ് ഞാൻ എന്ത് ചെയ്തിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രിവോക്സ് ആണ്. ആൾറെഡി തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. എൻ്റെ റെഫർ വഴി തന്നെ 400ഓളം ആൾക്കാർ കയറി കഴിഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. പക്ഷേ അത് ഒരു മാസം പോലും ആയിട്ടില്ല എന്നുള്ളൊരു ഹൈലൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറൻ്റ് ലോഞ്ച് ചെയ്തപ്പോൾ 0.1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ വാല്യൂ കൂടി 0.11774 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് $30 കൊടുത്ത് വാങ്ങുന്നത് ചിലവർക്ക് സ്പിന്ന് വഴി ഫ്രീ ആയിട്ട് കിട്ടിയ ആൾക്കാരുണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അതേപോലെ തന്നെ ആൾറെഡി ഇപ്പോൾ റെഫർ വഴി കയറി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് 100 ടോക്കൺ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ബാക്കി എമൗണ്ട് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു NFT കുറച്ച് ചേഞ്ചുകൾ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു ചേഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 20 BRX എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് സംതിങ് ഡോളേഴ്സാണ്, 2.35 സംതിങ് ഡോളേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡെയിലി കിട്ടുന്നത്. അതപ്പോൾ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ലാഭമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആൾറെഡി ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും റിസ്ക് ഉണ്ട്, റിസ്ക് ഇല്ലയെന്നൊന്നും പറയില്ല. എന്തായാലും പൂട്ടിപ്പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴായാലും നടക്കും. അത് ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് കമ്മ്യൂണിറ്റിയിൽ ഇട്ട് തന്നത്. അതൊരു ബോണസിൻ്റെ പേരിൽ ഇട്ടിട്ട് അതിപ്പോൾ ഇത്രയും ലെവലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $35.32 കൊടുക്കണം. ആൾറെഡി ഇവർ റെഫർ ലിങ്ക് വഴി കയറിയെന്ന് പറഞ്ഞാൽ ഒരു 100 ടോക്കൺ സംതിങ് നമുക്ക് എന്തായിട്ട് കിട്ടും, ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. ബാക്കി എമൗണ്ട് ആണ് നിങ്ങടേണ്ടത്. അപ്പോൾ ആൾറെഡി ഈ ഒരു ടോക്കൺ കിട്ടിയതും ഈ ഒരു അച്ചീവ്മെൻറ്റ് ആദ്യത്തെ NFT വാങ്ങിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. അവരെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ ഒരു മാറ്റി ആ കിട്ടിയ പൈസ കൊണ്ട് തന്നെ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ല ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് തന്നെ ഈ ഒരു NFT വാങ്ങുക. അടുത്തൊരു NFT 1 എന്ന് പറഞ്ഞിട്ടുള്ളത് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഡെയിലി $200 വെച്ചിട്ട് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞാൽ, അത് എങ്ങനെയാണ് ഇവിടെ കൊണ്ട് USDT ഇടുക, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക, എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതിൽ ഓപ്പൺ ചെയ്യാൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റേതായിട്ടുള്ള ബോണസ് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും കിട്ടുക. അത് കഴിഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കൊണ്ടുവന്നിട്ട് ഡെയിലി ചെക്കിൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഡെയിലി ചെക്കിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഓരോ ടോക്കൺ വെച്ച് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് തൊട്ട് താഴോട്ട് വന്ന ലക്കി ഡ്രോ ഉണ്ട്. ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് 5 സ്പിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു 5 സ്പിന്നിൽ ഒരുപാട് ആൾക്കാർക്ക് 200 BRX ടോക്കണും അതേപോലെ തന്നെ ഒരു USDT 300 BRX ടോക്കണൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. 200 ടോക്കൺ ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ NFT വാങ്ങി നമുക്ക് എന്താണ് ഡെയിലി ഒരു ഇൻകം, പൈസ മുടക്കാതെ തന്നെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. അതിന് ലെക്ക് വേണം, തീർച്ചയായിട്ടും ലെക്ക് വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ബാക്കിയുള്ള കിട്ടിയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും വളരെ ഭാഗ്യമുള്ള ആൾക്കാരായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ലിങ്ക് 2 കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ സോഷ്യൽ മീഡിയ ലിങ്ക് കൊടുക്കുമ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനൊരു 10 BRX ടോക്കൺ 2 വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം യൂസേഴ്സ് ഇപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു NFT വാങ്ങണം. NFT വാങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വാപ്പ് ഇവിടെ നിന്ന് ഈ കിട്ടുന്ന BRX ടോക്കൺ USDT ആയിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു USDT വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ഒരു USDT ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ റിസീവിൽ ക്ലിക്ക് ചെയ്യുക. റിസീവിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ BNB സ്മാർട്ട് ചെയിൻ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു USDT ഇല്ലെങ്കിൽ BNB ഇല്ലെങ്കിൽ USDS BTC ഇല്ലെങ്കിൽ ETH ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടോക്കൺ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. BRX എന്ന് പറഞ്ഞാൽ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 100 BRX ആണ്. ആ ഒരു BRX ഇപ്പോൾ പാൻകേക്ക് സ്വാപ്പിൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇന്നലെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ ട്രേഡിംഗ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി വാല്യൂ മാറ്റം വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ഒക്കെ അവർ തീർച്ചയായിട്ടും വേറെ ഫണ്ടിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ ഇവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും, നാട്ടുകാർക്കും പൈസ ഉണ്ടാക്കും. ഒരു സമയത്തുമ്പോൾ അവർ നല്ല പൈസ ഉണ്ടാക്കും. അതൊക്കെയാണ് സത്യാവസ്ഥ. അപ്പോൾ തൊട്ട് ബാക്കിലോട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്ത് നിങ്ങളുടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ NFT ആണ്. അപ്പോൾ ഈ ഒരു ഓരോ NFTയിലും ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ മോസ്റ്റ്ലി ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു $14 NFT ഫ്രീ ആയിട്ട് കിട്ടും. ബാക്കി ഉള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഈ $14 NFT കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വലിയ ഉപകാരമൊന്നുമില്ല. നമുക്ക് ഡെയിലി 12 രൂപയാണ് കിട്ടുള്ളൂ. 0.12 USDT, അതായത് ഒരു BRX ടോക്കൺ. അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള ഈ ഒരു 35.32 USDT. ഇപ്പോൾ $14 ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി കിട്ടാൻ പോകുന്നത് 20 BRX ടോക്കണാണ്. അതേപോലെ തന്നെ ഈ ഒരു NFT ഒക്കെ വെറുതെ ഉള്ള ഒരു NFT അല്ല. ഇതിൻ്റെ ഡീറ്റെയിൽ വായിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ടു എൻഷുർ ഞാനിവിടെ ഒരു ഡീറ്റെയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പ്
ഡ്രോപ്പ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു 3000 ഇല്ലെങ്കിൽ ഒരു 3000 സംതിങ്. ഇപ്പോൾ ഈ ഒരു NFT ഇഷ്യൂർ, ഈ ഫസ്റ്റത്തെ രണ്ടാമത്തെ NFT ആണ് 300 ടോക്കൻ്റെ NFT ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3000 BRX ടോക്കൺ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു NFT റിക്വയർ 320 ടോക്കൺ പെർ ഡേ കിട്ടും. മൊത്തം 150 ദിവസമാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 150 ദിവസം എന്ന് പറഞ്ഞാൽ 150 × 20 സംതിങ് അത്രത്തോളം ഡോളർ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും കിട്ടില്ല, അത്രത്തോളം ദിവസത്തിൽ എണ്ണാവുമെന്ന് എനിക്കറിയില്ല, സത്യാവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു NFT ഉള്ള ആൾക്കാർക്കും ഇല്ലെങ്കിൽ ഈ ഒരു 120 ആൾറെഡി ഇതിൽ ഫ്രീ ആയിട്ട് കയറി ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെ എന്ത് കിട്ടും, ഇത്രത്തോളം ടോക്കൺ BRX ടോക്കൺ വിച്ച് NFT കറസ്പോണ്ട് ടു 8000 BRX ടോക്കൺ. ദ അക്വിസിഷൻ കോസ്റ്റ് ജെനിസ് 120 എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഒരു എയർ ഡ്രോപ്പ് കിട്ടും, ഇല്ലെങ്കിൽ ഇത്രത്തോളം കണക്കെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്താണെന്ന് പറഞ്ഞത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് വൈൽ സ്റ്റോക്ക് ലാസ്റ്റ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് എപ്പോഴായാലും ഇത് ഇല്ലാണ്ടാവാം അങ്ങനെയുള്ള കാര്യം NFT എക്സ് ഹോൾഡേഴ്സിന് അതൊരു നെഗറ്റീവ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴോട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രമാണ് 300. അതിൻ്റെ മേലേക്ക് വാങ്ങാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ തീർച്ചയായിട്ടും പറയില്ല. 10,000 8,000 ഒക്കെയാണ്, അതൊക്കെ എത്ര കാലം ഓടും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സത്യാവസ്ഥയാണ് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് അങ്ങനെ ഇൻകം കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ ഒരു 300 USDT നിങ്ങൾ 300 BR ടോക്കൻ്റെ വാങ്ങി എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലാഷ് സ്വാപ്പ് അതേപോലെ തന്നെ ട്രാൻസ്ഫർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മിനിമം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഫ്ലാഷ് സ്വാപ്പിലേക്ക് വരിക വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അവിടെ BRX ടോക്കൺ ഉണ്ടോ അത് നേരെ എന്ത് ചെയ്യുക, ഇവിടെ ആളെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫീ ഇല്ലാതെ തന്നെ ഈ ഒരു BRX ടോക്കൺ USDT ആക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് നേരെ ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്നിട്ട് നമുക്കിവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഒരു USDT ആയാലാണ് ഇവിടെ മിനിമം ട്രാൻസ്ഫർ അവർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഇപ്പോൾ 0.93 സംതിങ് USDT ആണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഒന്നായിട്ടാണ് എനിക്ക് വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞാൽ വിത്തിൻ 24 hours ആണ് നമുക്ക് 24 hours നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. വിത്തിൻ ഒരു 1 hour ഇല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ട്രാൻസാക്ഷനും കിട്ടും. നിങ്ങൾ രാവിലെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ മേ ബി അവർ ഓട്ടോമാറ്റിക്കലി ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ് പറയുന്നതെങ്കിൽ മേ ബി മാനുവലി ആയിരിക്കാം ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിലോട്ട് വന്നു. അതേപോലെ തന്നെ നിങ്ങൾ അടുത്തൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിൽ ഇത് റെഫർ ചെയ്യാം. നിങ്ങൾ റെഫർ ചെയ്തിട്ട് ഇവരൊരു $30 കൊടുത്ത് ഇല്ലെങ്കിൽ $35 കൊടുത്ത് 300 BRXൻ്റെ NFT വാങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിൻ്റെ 30% നമുക്ക് അവരുടെ ലെവലിനനുസരിച്ച് കിട്ടും എന്നുള്ളൊരു കാര്യം. ഇപ്പം നല്ല രീതിയിൽ തന്നെ എനിക്ക് ലെവലായിട്ടുണ്ട്. മൊത്തം 218 ആക്റ്റീവ് ഉണ്ട്. അതിൽ കൂടുതൽ ആൾക്കാർ ആ ഫസ്റ്റത്തെ NFT ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ 21 ടോക്കണാണ് ടോട്ടലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. എന്തായാലും ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ അവർക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, കളയാതിരിക്കുക. ബാക്കി അവർക്ക് ലെക്ക് വേസ് കൂടി നമുക്ക് ഈ ഒരു NFT ടോക്കൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇവിടെ USDT ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. USDT ഡെപ്പോസിറ്റ് വന്ന് നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ്, ഞാൻ ആൾറെഡി തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ ഇത്ര കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വിത്തിൻ പ്രൂഫാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു മൈനിങ് സെഷൻ ഈ ഒരു കാര്യം അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാനില്ല. ഇവിടെ തൊട്ട് നമുക്കിവിടെ നേരെ വന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർട്ട് ഈ ഒരു സെൻട്രൽ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർട്ട് BRX എത്രത്തോളം വാല്യൂ ആണ് ഇപ്പോൾ കയറി കിടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാൻകേക്സ് ആപ്പിൽ അതേപോലെ തന്നെ ബിനാൻസ് Web3 വാലറ്റിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഏവിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട്. OKXൽ കോയിനിൽ DX ടൂൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബെനിഫിറ്റും അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സും നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ വി വിൽ ഇനിഷ്യേറ്റ് ദ BRX ടോക്കൺ CX ആപ്ലിക്കേഷൻ 2022 അടുത്ത വർഷമാകുമ്പോൾ CX ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ഇവർ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോർ OKX ആൻഡ് ബിനാൻസ് റിവ്യൂ, ബിനാൻസിലും OKXിലേക്കാണ് ലിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ അതൊക്കെ ലിസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം ഒക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കയറിക്കോ. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു 30 BRX ടോക്കൺ നിങ്ങൾക്ക് അവിടെ സ്പിന്നും തന്നെ കിട്ടും. ആ ഒരു സ്പിന്ന് ഡെയിലി 5 സ്പിന്നുണ്ട്. രണ്ട് ദിവസം ലോഗിൻ ചെയ്യുക. പക്ഷേ ഇതിങ്ങനെ കൂടെ പോകുമ്പോൾ മേ ബി ഒരു $50 വരെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആ ഒരു ലെവലാവും. അപ്പോൾ ആ ആൾക്കാർ ഇല്ലെങ്കിൽ ഒരു നല്ല ഹൈ ഈൽഡ് ആവും, ഇല്ലെങ്കിൽ ഹൈ ഡെപ്പോസിറ്റ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ കയറാണ്ടാവും. അപ്പോഴൊക്കെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുക, ഇതാക്കാനും പോകാനും ഒക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 20 BRX ടോക്കൺ കിട്ടും. അപ്പം മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് എന്ന് പറയുക. ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ആൾക്കാർ ഈ പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം റെഫറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. പൈസ മുടക്കാതെ പൈസ കിട്ടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല രീതിയിലൊരു കൺഗ്രാജുലേഷൻ ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇനി ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലിടാം. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ചാനൽ ഒന്ന് കയറിയിരിക്കുക. എന്നാലാണ് കിട്ടുള്ളൂ. നമുക്ക് ആദ്യം വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിടാനുള്ള സമയമൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.